നമ്മൾ സാധാരണയായിട്ട് കളരികളിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വെപ്പണാണ് മർമ്മക്കോൽ. പ്രത്യേകിച്ച് തെക്കൻ കളരിയിലാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. വടക്കനിൽ ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് ശൈലികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും ഇത് 3 മുഖമുള്ള മർമ്മക്കോലാണ്. 3 മുഖം എന്ന് പറയാൻ കാരണം എന്താ, 3 ഭാഗത്ത് നമുക്ക് പ്രഹരം ഏൽപ്പിക്കാൻ പറ്റും. നമ്മൾ കൃത്യമായിട്ട് ഇത്തരത്തിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രയോഗങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഈ രീതിയിലുള്ള പ്രയോഗങ്ങളെല്ലാം നമുക്ക് വളരെ സിമ്പിളായിരിക്കും. നമ്മൾ ചുവടിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചുവട് പഠിക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് സ്ഥാനം നേരെ പോകുന്ന ചെവിക്കുറ്റിക്കാലം അല്ലെങ്കിൽ നക്ഷത്രക്കാലത്തിലോട്ടുള്ള ഒരു പ്രഹരം, നേരെ ഉറക്കക്കാലം അല്ലെങ്കിൽ ശംഖുതിരിക്കാലം അല്ലെങ്കിൽ നമ്മുടെ ചുമർമ്മത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു പ്രഹരം, അത് കഴിഞ്ഞിട്ട് വീണ്ടും നേരുമർമ്മം കൂമ്പ് മർമ്മത്തിലേക്ക് ഒരു പ്രഹരം. അപ്പോൾ ഇതേ സാധനങ്ങൾ തന്നെ നമ്മൾ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവായിരിക്കും. സിമ്പിളായിട്ട് ഈ 3 ഒന്നും ഓർഡറിൽ ചെയ്യേണ്ടി വരില്ല, ഒറ്റ ഇത് മതി, കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇത് കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല, കൂടുതൽ ഇതിൻ്റെ പ്രഹരങ്ങൾ ഇവിടെ കാണിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വെപ്പൺ ആയതുകൊണ്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഒളിമ്പ്യൻ ആന്തോണി യാദവ് സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ മോഹൻലാലിൻ്റെ അമ്മച്ചി ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. മർമ്മത്തിൻ്റെ മുദ്ര പിടിച്ചിട്ട് നേരെ കുത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ പൊക്കളുടെ നേർക്ക് ഇങ്ങനെ കുത്തുന്ന ഇത് കണ്ടതിന് ശേഷം സ്കൂളിൽ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊണ്ടിരുന്ന സംഭവമാണ്. അല്ലെങ്കിൽ നമ്മൾ സിനിമകൾ കണ്ടതിന് ശേഷം പൊതുവെ എല്ലാവരും മർമ്മത്തിൽ കുത്തുക എന്ന് പറഞ്ഞാൽ ഉടനെ വിരൽ ഇങ്ങനെ പിടിക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കൊച്ചുകുട്ടികളെ ഒരുപാട് സ്വാധീനിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടും ഇതിന് പകരം വയ്ക്കാവുന്ന ഒരുപാട് വെപ്പൺസ് കൊച്ചുകുട്ടികൾ സ്ഥിരം ഉപയോഗിക്കുന്നത് കൊണ്ടും ഞാൻ അങ്ങനെയുള്ള ആയുധങ്ങളുടെ പേരൊക്കെ ആയുധമെന്ന് പറയുന്നില്ല. ഇതിന് പകരം നമുക്ക് സാധാരണ സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുക, നമ്മൾ കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന കുറേ ആയുധങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ആയുധം എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ വെപ്പൺസ് പോലെ നമുക്ക് കൊണ്ട് നടക്കുന്ന ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിന് പകരമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുതൽ കൊച്ചുകുട്ടികളൊക്കെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടും അവർക്കൊക്കെ ഇത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടും ഇതിൻ്റെ പ്രഹരങ്ങളോ ഇതിൻ്റെ രീതികളോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപയോഗം ഞാനിപ്പോൾ കാണിക്കുന്നത് എൻ്റെ ഡിഫൻസ് എന്ന രീതിയിൽ മാത്രമാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ പ്രായമായ ആൾക്കാർ, നല്ല പ്രായമുള്ള ആളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം കളരിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. നല്ല ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ടൊക്കെ ചാടിമാറിനോട് നടന്നതാണ്. എനിക്കിപ്പോൾ ആരോഗ്യമെല്ലാം ക്ഷയിച്ചു, ഞാനിപ്പോൾ നല്ല പ്രായമായി, എനിക്ക് വയസ്സായി, എനിക്കിപ്പോൾ പഴയതുപോലെ ആരോഗ്യമില്ല. അപ്പോൾ ചെറുപ്പക്കാരനായിട്ടുള്ള ആൾ അടിക്കാൻ വേണ്ടി വരുമ്പോൾ അടിച്ചോ ജസ്റ്റ്, എനിക്കപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനുള്ള ആരോഗ്യം കാണൂല. ചിലപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ എനിക്ക് അടി കൊള്ളുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ നേരെ എൻ്റെ ദേഹത്തോട്ട് അടി വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഞാനിപ്പോൾ പ്രഹരമേൽപ്പിക്കുന്നത് ഇതിനേക്കാളും സിമ്പിളാണ്. തൽക്കാലം ഞാൻ ഡിഫൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഈ രീതിയിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പാടാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു അടി വരുമ്പോഴത്തേക്കും പഴയ രീതിയിലുള്ള ചുവടുകളും ചാടി മറിഞ്ഞുള്ള പരിപാടികളൊന്നും ചിലപ്പോൾ വയസ്സായി കഴിഞ്ഞാൽ, ഒരു പ്രായം കഴിഞ്ഞാൽ ആരോഗ്യം ക്ഷയിച്ച് കഴിഞ്ഞാൽ പറ്റണമെന്നില്ല. അപ്പോൾ പഴയ ആൾക്കാരെ നോക്കിയാൽ തെക്കൻ കളരിയിൽ അല്ലെങ്കിൽ ഗ്രാമീണ പ്രദേശങ്ങളൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്തിരുന്ന ഒരു വെപ്പണാണിത്. ചെറിയ രീതിയിൽ പേന കത്തി പോലുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുനടക്കുന്നത് പോലെ പലരും കൊണ്ടുനടന്നിട്ടുണ്ട്. പഴയ നാട്ടിൻപുറങ്ങളിൽ അപ്പൂപ്പന്മാരൊക്കെ ഒരുപാട് കൊണ്ടുനടന്നിട്ടുണ്ട്. 2 മുഖമുള്ളത്, അതായത് ഈ ഒരു കമ്പ് മാത്രമായിട്ടുള്ള നീണ്ട ഈ കോല് മാത്രമുള്ളതുണ്ട്, അതുപോലെ 3 മുഖമുള്ള ഇതുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ളതൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ സ്ഥിരം ശൈലി എന്ന് പറഞ്ഞാൽ കുറേ പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങൾ നമുക്ക് പിന്നീട് കുറേശ്ശെയായിട്ട് നോക്കാം. തൽക്കാലം ഡിഫൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഡിഫൻസ് മാത്രം. അപ്പോൾ ഇത് സാധാരണ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ സ്ലോയിലാണ് കാണിക്കുന്നത്, ജസ്റ്റ് ഒന്ന് അടിയിടുന്നു. ഈ വയ്ക്കുമ്പോൾ ഈ രീതിയിൽ നമുക്കൊന്ന് സിമ്പിളായിട്ട് മർമ്മഭാഗങ്ങളിലേക്ക് ഏൽപ്പിച്ചേണ്ടത് ഈ സാധനം പോവാം. ഒന്നുകൂടെ വേദനിക്കുന്നുണ്ടായിരിക്കും ഈ രീതിയിൽ. അതായത് ഇതെല്ലാം ചെയ്യുമ്പോൾ സ്പീഡിലാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഇത് ഉപയോഗിക്കാതെ കറക്റ്റ് കാണിച്ചുതരാം. അടിച്ചോ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം സ്ലോയിൽ കാണിച്ചത്, കാരണം എല്ലാം കൂടെ ആകുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഒന്ന് അടുത്ത് ഇത് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നതിലല്ല കാര്യം, ആദ്യം നമ്മളിവിടെ കുത്തി ഇറക്കിയതിന് ശേഷമാണ് ബ്ലോക്ക് ചെയ്യുന്നത്. കുറച്ചുകൂടെ സൈഡിൽ നിന്നോ ആദ്യം നമ്മൾ കുത്തി ഇറക്കുകയാണ് ചെയ്യുക. കുത്തി ഇറക്കിയതിന് ശേഷമാണ് ഈ ബ്ലോക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ കുത്താനുള്ള സാവകാശം കിട്ടുമോ എന്നുള്ളതില്ല. ഒന്നുകൂടെ ആദ്യം ഇതാണ്, ഇത് വന്നിട്ടാണ് നമുക്ക് കൈ പവർ കുറഞ്ഞ് വരുമ്പോഴേ നമ്മുടെ നേർക്ക് ബാക്കി ഇത് കൈ വരുന്നുള്ളൂ. അത് നമ്മുടെ നേർക്ക് വരുമൊന്നുമില്ല, നമ്മൾ ഇടയ്ക്ക് വെച്ച് അങ്ങ് ബ്ലോക്ക് ചെയ്ത് പിടിക്കും. അടുത്തത് കൈയൊക്കെ മാറ്റി പിടിക്കാം. ഓക്കെ, ഇതും ഇവിടെ കുത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഒരു പവറും കാണൂല. അടുത്തത് ഇതൊന്നും ഞാൻ ഏൽപ്പിക്കുന്നില്ല. അടി എൻ്റെ മുകളിലാണ് നിൽക്കുന്നതെങ്കിലും ഒരു പവറും കാണൂല. ഈ അടി ചിലപ്പോൾ ഇവിടെ വരികയുമില്ല. കൃത്യമായിട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഈ കൈ അവിടെ തന്നെ അങ്ങ് ഇരിക്കും, താഴോട്ട് വരില്ല. ഇതൊക്കെ പറയുമ്പോഴും ചിലർക്ക് വിശ്വസിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും പരിഗണിക്കുന്നില്ല. എന്നാലും താല്പര്യമുള്ളവർ മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കാൻ വിധിയുള്ള ആൾക്കാർക്ക് ഇതെല്ലാം കിട്ടുമെന്ന് പറയുന്നത് വേറൊരു സത്യമാണ്. ഇപ്പോൾ പലപ്പോഴും ഞാനാണെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ മർമ്മത്തിൻ്റെ വീഡിയോസൊക്കെ ഇടും. മർമ്മത്തിൻ്റെ വീഡിയോസ് ഇടുക, അല്ലെങ്കിൽ മർമ്മത്തിനെ കുറിച്ചുള്ള ബുക്സും ബാക്കി ഡീറ്റെയിൽസ് ഇടുമ്പം കൂടുതൽ ആൾക്കാർ പറയുന്നത് ഇത് ഇങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന മർമ്മത്തിൽ ഏൽപ്പിക്കണമെങ്കിൽ ആദ്യം മുദ്ര അറിയണം. മുദ്ര അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് അമൃതനില, വിഷനില, ശരനില ഇതെല്ലാം അറിയാമെങ്കിൽ കൃത്യമായിട്ട് ഏൽപ്പിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ ഒരു മർമ്മത്തിലിട്ട് കുത്തി കഴിഞ്ഞാൽ സാധാരണ പൊടിയും തട്ടിയിട്ട് പോകുന്ന പോലെ പോകാം. അല്ലെങ്കിൽ ചെറിയൊരു വേദന ഉണ്ടാവും, ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുകയുള്ളൂ.
പക്ഷേ കൃത്യമായിട്ടുള്ള ഈ മർമ്മശാസ്ത്രത്തിൽ പറയുന്ന രീതിയിൽ ജന്നി വെട്ടുക, ബോധക്ഷയം വരിക, അല്ലെങ്കിൽ കൈകാലുകൾ തളരുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരണമെങ്കിൽ അമൃതനിലയും ശരനിലയും ഇതെല്ലാം അറിയണം, കൃത്യമായി മുദ്ര അറിയണം, കൃത്യമായിട്ട് എടുക്കണം. ഇതെല്ലാം അറിയാമെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് മർമ്മം ഏൽപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് എല്ലാത്തിലും പലതിലും ഇതെല്ലാം ഒഴിവാക്കിയാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മർമ്മത്തിൻ്റേതായിട്ടുള്ളത് നമുക്ക് കുത്തി ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റേതായ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഈ പറയുന്ന സംഭവം നമ്മൾ കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ പതിയെ കൈ ഒന്ന് പൊക്കിയേ, താഴ്ത്തിക്കോ, കൃത്യമായിട്ട് അത് വേദനിക്കുന്നുണ്ടായിരിക്കും അത്. അപ്പോൾ ഇതേപോലെ നമ്മൾ പല ഭാഗങ്ങളിലും നമുക്ക് ഡിഫൻസിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുമത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്തോ. ഇവിടെ വന്നിട്ടാണ് അവിടെ അടി കിട്ടുന്നത്. ഞാനപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് കുറച്ച് കാണിക്കാം. കാരണം ഇത് വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്. ഇത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ പേടിച്ചേ വയ്ക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും അപകടമൊക്കെ വരാൻ സാധ്യതയുണ്ട്. കത്തിയേക്കാളും ഒരു പക്ഷേ അപകടമാണത്. അപ്പോൾ സാധാരണ രീതിയിൽ സ്ട്രീറ്റ് ഫൈറ്റ് ലെവലിൽ, അതായത് സാധാരണ നമ്മൾ കളരികളിൽ പലപ്പോഴും ഇതുവരെ അടിച്ച് നിർത്തുക, ഇങ്ങനെ നിർത്തുക, അതൊന്നും ഇല്ല. അല്ലാതെ കറക്റ്റായിട്ട് സ്പീഡിൽ സ്ട്രീറ്റ് ഫൈറ്റ് ലെവലിൽ ജസ്റ്റ് 1 മിനിറ്റ് തലയിലടിക്കുകയോ ശരീരത്തിലടിക്കുകയോ എവിടെയാണെങ്കിലും അത് രീതി ചെയ്യുക. നമ്മൾ ഞാൻ നേരത്തെ പറയുന്ന പോലെ കൊറിയോഗ്രാഫി ചെയ്തിട്ട് ഷോൾഡറിലടിക്കുക, തലയിലടിക്കുക, പള്ളയ്ക്ക് കുത്തുക, ആ പരിപാടിയില്ല. അതല്ലാതെ സ്ട്രീറ്റ് ഫൈറ്റ് ലെവൽ. പിന്നെ വയർ മൈക്കിൻ്റെ അത് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ചെറിയ പരിമിതി കാണും, കുഴപ്പമില്ല. അപ്പോൾ സ്ട്രീറ്റ് ഫൈറ്റ് ലെവലിൽ ചെയ്യുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തോ. ഈ മർമ്മക്കോലുണ്ടെന്ന് കരുതിക്കൊള്ളാം. ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് വയ്ക്കുകയുള്ളൂ, കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് വയ്ക്കുകയുള്ളൂ. ഓക്കെ, അടിച്ചോ. കൃത്യമായിട്ട് ചെറിയൊരു മൂവ്മെൻറ്റ്സിനകത്ത് തന്നെ നമ്മൾ മാറി. അടുത്ത് കുറച്ചുകൂടെ നല്ല ഫാസ്റ്റായിട്ട് അടിച്ചങ്ങ് പോയത്, തൂക്കിയെടുത്തിട്ട് അടിക്കുമ്പോൾ അങ്ങ് അടിച്ചോ. അടുത്ത് ഓക്കെ, അത് കുഴപ്പമില്ല. അതിന് മുമ്പേ അവിടെ സാധനം എത്തിയിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ. അതായത് ബ്ലോക്ക് ചെയ്തതിന് ശേഷമാണ് ഈ വരുന്നത്. ഓക്കെ, അടുത്ത് കുഴപ്പമില്ലല്ല. ഓക്കെ, അടുത്ത് ഇനി മാറ്റി പിടിച്ചോ. എപ്പോഴും ഈ സൈഡിലേക്കല്ലേ വരുന്നത്. വേറെ എന്തെങ്കിലും മാറ്റി പിടിച്ചോ, തലയിലോ, ബാക്കി എന്തായാലും കുഴപ്പമില്ല. അത് വേണ്ട, തലയിലോ മാറ്റി വേറെ രീതിയിൽ. അടുത്ത് അപ്പോൾ ഇതിനകത്ത് 2 കയ്യിൽ മർമ്മക്കോല അല്ലെങ്കിൽ 1 കയ്യിൽ മർമ്മക്കോലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഏൽപ്പിച്ചിട്ട് പോകാം. ഇപ്പോൾ ഇതെല്ലാം കാണിക്കുമ്പോൾ ഒരു ഓർഡറിൽ കാണിക്കാം. ജസ്റ്റ് ഒന്ന് തലയിലുള്ള ഒരടി. വാ, സൈഡ്. അടുത്ത് അതായത് നമുക്ക് കൃത്യമായിട്ട് ഇതൊന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഡിഫൻസിന് ഇത് ഉപയോഗിക്കാം. പ്രായം കഴിഞ്ഞാലും ചെറിയ മൂവ്മെൻറ്റ്സ് മതി. എനിക്കിപ്പോൾ നല്ല വയസ്സായി, ഇതേപോലെ ഒന്നും കൂടുതൽ ചാടാനും അറിയാനൊന്നും പറ്റുന്നില്ല. സിമ്പിൾ മൂവ്മെൻറ്റ്സ് ഇവിടെ വന്നു. ഈ സിമ്പിൾ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പലർക്കും ഒരു ധാരണയുണ്ട്, ചൂട് മാറ്റം ശരിയായില്ല, ചൂട് നേരെ മാറിയില്ല. ഒരു അടി വരുമ്പോഴത്തേക്കും കുത്താൻ വേണ്ടി വരുമ്പോൾ ചൂട് ഇങ്ങനെ മാറണം, അല്ലെങ്കിൽ ചൂട് ഇങ്ങനെ മാറണം, എന്നാലേ ചൂട് മാറ്റം ക്ലിയറായി എന്നൊരു വിചാരമുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കൂടുതൽ പ്രായം കഴിയുമ്പോൾ ചൂട് നീക്കമൊന്നും പറ്റിയില്ലെങ്കിലും ചെറിയ ചൂട് മാറ്റം. ആദ്യം ഒന്ന് സ്ലോയിൽ കാണിച്ചു തരാം. ജസ്റ്റ് തലയ്ക്ക് തന്നെ കുത്തിക്കോ. ഇവിടെ നമ്മളിത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ വരില്ല. ജസ്റ്റ് ഞാൻ കൈ മാത്രം വെച്ച് തരാം, അപ്പോഴത്തേക്കും മനസ്സിലാവും. താഴ്ത്താൻ നോക്കിക്കഴിഞ്ഞാലും വരില്ല. അപ്പോൾ മർമ്മക്കോല് കൊണ്ടാണ് കുത്തുന്നതെങ്കിൽ ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഏൽപ്പിക്കാം. അടുത്ത സൈഡിലുള്ളത്. ഓക്കെ, അടുത്ത് ഇവിടത്തേക്ക്. ഇതെല്ലാം കുത്തി നിർത്തി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും നമ്മുടെ ദേഹത്ത് കൊള്ളുമെന്ന് വിചാരിക്കും. കൈ അതേ സ്ലോയിൽ പൊയ്ക്കോ. ഓക്കെ, ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടാണ് ഇവിടെ വയ്ക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് വേറെ നേര് മർമ്മത്തിൽ നെഞ്ചിലോട്ട് ഞാൻ അടിച്ചോ. ഇതാ കൈയുടെ പിന്നിലോട്ടാണ് നമ്മൾ ഇടിച്ചു പോകുന്നത്. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാലും ഇങ്ങനെ ഒരു വെപ്പൺസ് ഉണ്ടെങ്കിൽ ഈ വരുന്ന നല്ല കൈക്ക് നല്ല പവറുള്ള ഒരാളാണെങ്കിൽ പോലും ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. സ്ലോ മോഷനിൽ ഇതിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ബൈക്കിലുള്ള അടി സ്ലോയിൽ വന്നാൽ മതി. ഇതാ ഈ ഭാഗത്ത് കുത്തി നിർത്തിയിട്ടുണ്ട്. അടുത്ത ഈ സൈഡിലേക്ക്. അടുത്ത് തലയ്ക്ക് തന്നെ വന്നു. അപ്പോൾ ഇത് നമ്മളൊന്നും കൊറിയോഗ്രാഫി ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒന്നുകൂടെ, നമ്മളിതൊന്നും കൊറിയോഗ്രാഫി ചെയ്യാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചെയ്യുന്നതിൽ ഓർഡറിൽ വ്യത്യാസം കാണും. ആദ്യം കാണിച്ചതായിരിക്കില്ല രണ്ടാമത് കാണിച്ചത്. കാരണം നമ്മൾ കറക്റ്റ് കൊറിയോഗ്രാഫി ഒന്നുമില്ല ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിമിതി കാണും, അത് മനസ്സിലാക്കിയിരുന്നാൽ മതി.